ബംഗളൂരുവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയാഘോഷത്തിനിടെ 11 പേർ മരിക്കാനിടയായ സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ആ വാർത്ത നമ്മൾ തൊട്ടുമുമ്പ് നൽകുകയുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സന്ദർശക ഫീസ് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്ദർശകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് കഴിഞ്ഞ ദിവസമാണ് 10 രൂപയിൽ നിന്ന് 50 രൂപയാക്കി കുത്തനെ വർദ്ധിപ്പിച്ചത്. സന്ദർശക ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ള തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് യുവമോർച്ച പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചത്. ഒരു കൂട്ടം സമരക്കാരെ പുറത്തു തടഞ്ഞപ്പോൾ മറ്റൊരു വിഭാഗം അകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വരും ദിവസങ്ങളിൽ സമരം ശക്തമാകുമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. ആശുപത്രി സമരമുഖമാക്കാൻ ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ആക്കിയേ പറ്റൂ എന്ന് വീണ ജോർജിനും പിണറായി വിജയനും ഇവിടുത്തെ ആശുപത്രി അധികൃതർക്കും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളതിന് തയ്യാറാ. ഇത് പിൻവലിക്കുന്നതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സമരമുഖമാക്കി BJP മാറ്റും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, എന്തു സാഹചര്യം നേരിടേണ്ടി വന്നാലും ഇത് പിൻവലിക്കുന്നതുവരെ BJPയുടെ സമരമുഖത്തുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തുടർച്ചയായിട്ട് സമരം. ഇവിടെ രോഗികളെ കാണാൻ വരുന്നവർക്ക് 50 രൂപ, അത് പിൻവലിക്കും വരെ സമരമാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്ദർശക ഫീസിലെ വർധനവ് സാധാരണക്കാർക്കും വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ പൊതുസമൂഹത്ത് നിന്ന് വലിയ രോക്ഷമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.